അസ്സലാമു അലൈക്കും. എല്ലാവരോടും ഈദ് മുബാറക്ക്. പായസം ഉണ്ടാക്കാൻ കേട്ടോ, ഒന്ന് ചോറൊന്നും ഉണ്ടാക്കണില്ല. ചോറൊക്കെ ആങ്ങലിൻ്റെ അവിടെ ഉണ്ടാക്കണം. അപ്പം നമ്മളിന്ന് സേമിയ പായസം മാത്രം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ പായസം ഉണ്ടാക്കട്ടെ കേട്ടോ. അതിന് സേമിയ വറുക്കുന്നുണ്ട്, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിക്കണം. ഞാൻ വീഡിയോ എടുക്കണില്ല വിചാരിച്ചു. ഇപ്പോൾ പനിയൊക്കെ ആയിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കലുമില്ല. പിന്നെ ഇന്നാണെങ്കിൽ ഇപ്പം ഇനി ചോറൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ എടുക്കണില്ല. അപ്പോൾ പിന്നെ വീഡിയോ ഇടാനൊന്നുമില്ല. അപ്പോൾ പിന്നെ പായസം ഉണ്ടാക്കുന്ന വീഡിയോ ഇടായിരുത്തി. അപ്പൊക്കെ ചുട്ടിക്കണം കേട്ടോ. അപ്പോൾ ചായി കോഴിക്കറി കഴിക്കണം. അപ്പം ഇനി പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോ കണ്ടിരുന്നോലൊക്കെ കാണാത്തവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒക്കെ തന്നെ പറയാനില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞോളെ ബന്ധുക്കാരും ഇന്ന് വരുന്നില്ല, അതുകൊണ്ടാട്ടോ ചോറൊന്നും ഉണ്ടാക്കില്ലായിരുന്നു. പിന്നെ കൊണ്ണൂറ്റും വരുന്നില്ല. അപ്പം ഇനി നാളെ മറ്റന്നാളൊക്കെ ഉണ്ടാക്കാം. വലിയ പെരുന്നാളല്ലേ, വലിയ പെരുന്നാളാകുമ്പോൾ നമുക്ക് 3-4 പെരുന്നാളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ ചോറൊന്നും ഉണ്ടാക്കാത്തത്. ഞാനിത് വരെയും പെരുന്നാൾക്ക് ചോറുണ്ടാക്കാതിരുന്നിട്ടില്ല. അപ്പം ഇന്ന് ഉണ്ടാക്കണില്ല. ഇൻഷാ അല്ലാഹ് നാളെ. നമ്മളെ സേമിയനൊക്കെ കേട്ടോ വർക്ക് ചെയ്യുന്നു. സേമിയ വർക്കിൻ്റെ അടിയിലാട്ടോ എന്നോട് വർത്താനം പറഞ്ഞിരുന്നത്. സേമിയനൊന്ന് കളറ് മാറിയോ. അപ്പം അങ്ങനെ സേമിയ വറുത്തേക്കണം. കുറച്ച് സാബൂനരി എടുത്ത് വെച്ചിക്കണം കേട്ടോ. പിന്നെ ഇഷ്ടമാട്ടോ സാബൂനരി. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാബൂനരി കൊണ്ടുവച്ചതാണ്. വെറും സേമിയ പായസം ഇഷ്ടമല്ല. പിന്നെ അണ്ടി മുന്തിരിയൊക്കെ വറുത്തച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കട്ടെ. അപ്പൊക്കെ ചുട്ട് വെച്ചിക്കണം കേട്ടോ. അപ്പം 500 പാലും കൂടി പാരുക കേട്ടോ. ഉണ്ടാവില്ല അങ്ങനെ തോന്നുക. ചിലപ്പം പെട്ടെന്ന് കജ്ജും. കഴിഞ്ഞൊരു പായസം ഉണ്ടാക്കിയിട്ട് ഫുള്ള് തീർന്നിരുന്നു കേട്ടോ. ബാക്കിയാവൊന്നുമില്ല. നമ്മളെ അടുത്ത് കൂടി ഒക്കെ നമ്മളെ ആൾക്കാർ തന്നെ എല്ലാവരും വരികയും ചെയ്യും. അപ്പം ഇനി ഈ പാലും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇളക്കിക്കൊണ്ട് വെക്കുകയാണ് കേട്ടോ. തിളച്ചിട്ടില്ല കേട്ടോ. നല്ല ചൂടാട്ടോ. ഇപ്പോൾ മഴ നല്ലോണം പെയ്ത് പിന്നെ വെയിലറച്ചുമ്പോഴേ ശക്തിയായ ചൂടാണല്ലേ. കാലാവസ്ഥയൊക്കെ ആകെ മാറിയിരിക്കണം. സാബൂനരി ഇട്ടിക്കണം കേട്ടോ. ചവ്വരി എന്നൊക്കെ പറയില്ലേ, ചവ്വരിയോ ഇതാ അത് പാലിക്ക് ഇട്ടിക്കുക കേട്ടോ. സേമിയനും അതും രണ്ടും ഒന്നിച്ച് വേകട്ടെ. കഴിഞ്ഞ പെരുന്നാൾക്ക് അരിപ്പായസമാണ് കേട്ടോ. കുഞ്ഞോൾക്ക് ഇഷ്ടമുള്ളത് അരിപ്പായസമാണ്. പെരുന്നാൾക്ക് പിന്നെ ഇഷ്ടം പറയാനല്ലാതെ കുടിച്ചാനൊന്നും കൂടൂല. ഒക്കെ അതിലെ പോയിട്ടും ഇതിലെ പോയിട്ടും. അപ്പം ഒന്ന് പെരുന്നാൾ ഉണ്ടാക്കുന്ന ആങ്ങളുടെ അവിടെയാണ് കേട്ടോ. അപ്പം തിളച്ചിക്കണം കേട്ടോ. പെട്ടെന്ന് വേവും കേട്ടോ. സേമിയം വറുത്തതല്ലേ. സാബൂനരി വറുക്കട്ടോ. ചിലരൊക്കെ വറുക്കലുണ്ട്. ഞാൻ പിന്നെ വറുത്തിട്ടൊന്നുമില്ല. വറുത്ത ഒന്ന് കൊഴുപ്പ് കുറയും പറയും. പായസമാകുമ്പോൾ പിന്നെ കൊഴുപ്പ് വേണ്ടേ. നമ്മൾ പായസം ഏതാനും റെഡി ആയിട്ടോ. ഇനി ഒന്നും കൂടി കുറുകി വന്നാൽ ഓഫാക്കുക. മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അത് ലാസ്റ്റാണ് ഒഴിച്ചു കൊടുത്തത്. ഏലക്കായും പഞ്ചാരയും പൊടിച്ചൊക്കെ ഇട്ട് കൊടുത്തിക്കണം. ഇനി അണ്ടിയും മുന്തിരി വറുത്ത് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ ലാസ്റ്റ് പരിപാടി കേട്ടോ. ഇപ്പം നമ്മളെ പായസം റെഡി ആയിട്ടോ. ഇനി ഞങ്ങൾ ചായ അടിച്ചട്ടെ. ഇതാ നമ്മളെ പായസം റെഡി. ലാസ്റ്റ് വാനില എസൻസ് ഒരു തുള്ളി വറ്റിച്ചിക്കണം കേട്ടോ. പോയോളൂ മോള് വാ. പൊന്നു വാ. ഇസു അങ്ങോട്ടേക്ക്. ഇസു അവിടേക്ക്. അങ്ങോട്ട് നോക്ക്. കാക്കൂല ഫോൺ ഫോൺ നോക്ക് നോക്ക്. കുഞ്ഞോൾ തട്ട എവിടെ?
നിങ്ങൾ ഫോണിപ്പോൾ എടുക്കുക കാസിമാപ്പാൻ എടുക്കുക ഫാനു എല്ലാരും പെരുന്നാളുള്ളാൻ പോവുക ഞങ്ങൾ കസർപ്പിൻ്റെ എടുക്കോ അയ്യ അങ്ങോട്ടൊന്നും ഞാനില്ല കേട്ടോ ഞാൻ ഇവിടെ കാക്കൂൻ്റെ അവിടെ പോയി പോരട്ടെ മഴയൊക്കെ വരുന്നുണ്ട് ഡബ്ബർ പ്ലാസ്റ്റിക് ഇട്ടിട്ടുമില്ല ഇനി മഴ തുടങ്ങിയാൽ നിൽക്കും ഉണ്ടാവൂല കുഞ്ഞോളൂറ്റൊക്കെ അസർപ്പിൻ്റെ അടുക്ക് വയ്ക്കുക കേട്ടോ പെരുന്നാൾ കൊള്ളാനും ഞാൻ ചോറിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുക അമ്മാൻ്റെ അടുത്ത് പാങ്ങളുടെ അവിടെ നിന്ന് ചോറൊക്കെ വെച്ച് പോരുക കേട്ടോ കുഞ്ഞോളൂറ്റും മൂത്താപ്പാൻ്റെ മകൻ്റെ അവിടേക്ക് പോയി എല്ലാവരും നാത്തൂന്മാരും അവരൊക്കെ പോയി ഞാൻ പോയിട്ടില്ല കേട്ടോ ഞാൻ ഇനി വലിയ ആങ്ങളുടെ അടുത്ത് പോയി ഇങ്ങോട്ട് പോരട്ടെ പിന്നെ എന്തൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ മഴക്കാറൊക്കെ ഉണ്ട് ഇനി മഴ പെയ്താൽ നിൽക്കും ഉണ്ടാവില്ല വലിയ ആങ്ങളുടെ വീടാട്ടോ അത് ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഇവിടുന്ന്